സീറോ മലബാറിൻ്റെ ജീർണത എന്ന തലക്കെട്ടിൽ താമരശ്ശേരി രൂപത വൈദികനായ ഫാദർ ജോസഫ് കളത്തിൽ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാവുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് സീറോ മലബാറിൻ്റെ ജീർണതയെക്കുറിച്ച് വാചാലമാകുന്ന ചില പോസ്റ്റുകൾ ഈയിടെ കാണാനിടയായി. താമരശ്ശേരി രൂപതയിലെ ഒരു വൈദികൻ്റെ പേരിൽ വന്ന പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ് സീറോ മലബാറിൻ്റെ ജീർണതയെക്കുറിച്ച് പലരും വാചാലരാവുന്നത്. സ്വന്തം വിശ്വാസത്തെക്കുറിച്ചും സഭയെക്കുറിച്ചുമുള്ള അഭിമാന ബോധമില്ലായ്മയാണ് ഇതിനു പിന്നിൽ. പല സഹോദരന്മാരും ഇത്തരം കാര്യങ്ങൾ ആവേശത്തോടെ ഷെയർ ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും കണ്ടു. സ്വന്തം കുടുംബത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ആണെങ്കിൽ ഇങ്ങനെ ഷെയർ ചെയ്യുമോ? അതിന് ഇത് സ്വന്തം കുടുംബമല്ലല്ലോ, സഭ ആണല്ലോ, അല്ലേ? സഭയാണെങ്കിൽ എന്തും ആകാം എന്നാണല്ലോ. സഭയെ ഒരു കുടുംബമായി കാണാൻ പലരും ഇന്ന് പരാജയപ്പെടുന്നു എന്നതാണ് ഇത്തരം പോസ്റ്റുകൾ ഓർമ്മിപ്പിക്കുന്നത്. ആർക്കും എന്തും പറയാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമായി പലരും ഇന്ന് സഭയെ വീക്ഷിക്കുന്നു. വിശ്വാസവും ധാർമ്മികതയുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളിൽ സഭ നൽകുന്ന നിർദ്ദേശങ്ങളോ പലരും പിൻകാലുകൾ കൊണ്ട് തൊഴിച്ച് തള്ളുന്നു. ഇത് വളരെ ദയനീയമാണ്. സഭയുടെ ചരിത്രത്തിൽ നവീകരണം ഉണ്ടായിട്ടുണ്ട്, എന്നാൽ അത് സഭ നശിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അല്ലായിരുന്നു. ഇവിടെ പലരുടെയും വ്യഗ്രത കാണുമ്പോൾ തോന്നുന്നത് ഈ സഭയുടെ നാശം പ്രതീക്ഷിച്ച് കഴിയുന്നവരാണ് തങ്ങൾ എന്നാണ്. 2000 വർഷത്തെ സഭയുടെ ചരിത്രം പരിശോധിച്ചു നോക്കൂ. വിശുദ്ധരും പാപികളും ഉൾപ്പെട്ടതാണ് സഭ. ഇക്കാര്യം അംഗീകരിക്കാൻ സാധിക്കാത്തവർ വീണ്ടും വീണ്ടും തങ്ങളുടെ ന്യായീകരണവാദങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ സഭയിൽ എത്രയോ പാഷണ്ഡതകൾ ഉണ്ടായിട്ടുണ്ട്, എത്രയോ ശീഷ്മകൾ കടന്നു വന്നിട്ടുണ്ട്. പാഷണ്ഡത എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് തെറ്റായ ആശയങ്ങൾ സഭയ്ക്കുള്ളിൽ തന്നെ വേര് പിടിക്കുന്നതിനെയാണ്. ഇത്തരം തെറ്റായ ആശയങ്ങളെ കാലാകാലങ്ങളായി സഭ അപലപിച്ചിട്ടുണ്ട്. ശീഷ്മ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് സഭയിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന അവസ്ഥയാണ്. ഇന്ന് സഭയെ പൊതുജന മധ്യത്തിൽ അവഹേളിക്കുക എന്നത് പലർക്കും ഒരു ഫാഷൻ ആയി മാറിയിരിക്കുകയാണ്. താമരശ്ശേരി രൂപതയിലെ ഒരു വൈദികൻ തൻ്റെ ആശയങ്ങൾ പങ്കുവച്ചപ്പോൾ ശവം കാണുന്ന കഴുകനെ പോലെയാണ് ആ വാക്കുകളെ പലരും സ്വീകരിച്ചത്. ആ വൈദികൻ്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് സീറോ മലബാറിൻ്റെ ജീർണതയെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചവർ ഇവിടെയുള്ള അനേകം സന്യസ്തരും അൽമായ സഹോദരങ്ങളും ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ചെയ്തത്. അതൊക്കെ അവരുടെ കടമയാണല്ലോ, അല്ലേ? അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് പണം കൊണ്ടുവന്നിട്ട് ആണല്ലോ അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാമായിരിക്കും, അല്ലേ? കർത്താവിൻ്റെ സഭയ്ക്കെതിരായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന് കുട ചൂടാൻ ആയിരങ്ങൾ ഉണ്ടാകും. എന്നാൽ സഭ ചെയ്യുന്ന നന്മയെക്കുറിച്ച് മിണ്ടാൻ ആരുമില്ല. സഭയെ വാതോരാതെ വിമർശിക്കുന്ന പല സഹോദരരും സഭയുടെ നന്മയെപ്പറ്റി ചെറിയ തോതിലെങ്കിലും പറയുന്നത് ഇതുവരെ കേൾക്കാൻ സാധിച്ചിട്ടില്ല എന്നത് വളരെ വിചിത്രമായി തോന്നുന്നു. അടിസ്ഥാനപരമായ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നു. പല സഭാംഗങ്ങളെ സംബന്ധിച്ചും സഭ എന്ന് പറഞ്ഞാൽ കേവലം ഒരു സംഘടന മാത്രമാണ്. തങ്ങൾ അതിനെ നന്നാക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന പ്രവാചകന്മാർ ആണെന്നാണ് പലരും ധരിച്ച് വെച്ചിരിക്കുന്നത്. സഭയുടെ ചരിത്രത്തിൽ പ്രവാചകത്വം നിറവേറ്റിയവരുണ്ട്. 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭയുടെ നവീകരണത്തിന് ചുക്കാൻ പിടിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസി അതിന് ഉദാഹരണമാണ്. എന്നാൽ സഭയെ സ്നേഹിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത്. സഭയിൽ ജീർണതകൾ ഉണ്ടായപ്പോൾ അദ്ദേഹം അത് ഉൾക്കൊണ്ടു. നിരന്തരമായ പ്രാർത്ഥനയിലും ഉപവാസത്തിലും മുഴുകി. തൻ്റെ ജീവിത ശൈലിയെ തള്ളിപ്പറഞ്ഞ മാർപ്പാപ്പയോട് പോലും അദ്ദേഹം അനുസരണവും വിധേയത്വവും പ്രഖ്യാപിച്ചു. നിരന്തരമായ ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും അദ്ദേഹം യഥാർത്ഥത്തിൽ തൻ്റെ സഭയെ നവീകരിക്കുകയായിരുന്നു. 16-ാം നൂറ്റാണ്ടിലും സഭയിൽ നാം ഒരു നവീകരണം കാണുന്നുണ്ട്. ഒരു കത്തോലിക്ക സന്യാസിയായ മാർട്ടിൻ ലൂതറുടെ നേതൃത്വത്തിൽ ജർമ്മനിയിൽ നടന്ന പ്രൊട്ടസ്റ്റന്റ് വിപ്ലവമായിരുന്നു അത്. സഭയിലെ ചില ജീർണതകൾക്കെതിരെ ലൂതർ ഇവിടെ ശബ്ദമുയർത്തി. എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹം സഭ വിട്ടുപോവുകയാണ് ഉണ്ടായത്. ഇന്ന് പ്രൊട്ടസ്റ്റന്റ് സഹോദരങ്ങൾ അനേക സഭകളായി ചിതറിക്കപ്പെട്ടിരിക്കുകയാണ്. മിശിഹ വിഭാവനം ചെയ്ത ഐക്യം അവരിൽ കാണുന്നില്ല. സഭയെ നവീകരിക്കാൻ മുന്നോട്ട് വന്ന മാർട്ടിൻ ലൂതർ സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അത് ചെയ്യാതെ സഭയെ പിളർത്തുകയാണ് ചെയ്തത്. ഇവിടെയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും മാർട്ടിൻ ലൂതറും തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കേണ്ടത്. മിശിഹായുടെ തുടർച്ചയായ സഭയെ സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിച്ച ഫ്രാൻസിസ് അസീസി സ്നേഹത്തിലും വിശുദ്ധിയിലും അധിഷ്ഠിതമായിട്ടാണ് തൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ തുടർന്നത്. എന്നാൽ വെറുപ്പിൻ്റെ മാർഗം സ്വീകരിച്ച ലൂതർ 16-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭയെ പല കഷ്ണങ്ങളായി പിളർത്തുകയാണ് ചെയ്തത്. വീണ്ടും ആദ്യം പറഞ്ഞ ആശയത്തിലേക്ക് കടന്നു വരാം. ലളിതമായി പറഞ്ഞാൽ സഭ എൻ്റെ കുടുംബം എന്ന ചിന്ത ഇല്ലാത്തത് കൊണ്ടാണ് പലരും സഭയുമായി ബന്ധപ്പെട്ട് നെഗറ്റീവ് പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത്. സഭയിലെ പോസിറ്റീവായ കാര്യങ്ങളെ കാണാൻ നാം പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു. നമ്മുടെ വിമർശനങ്ങൾ പലപ്പോഴും ക്രിയാത്മകം എന്നതിനേക്കാൾ നിഷേധാത്മകമായി മാറിപ്പോകുന്നു. ഏതെങ്കിലും ഒരു വ്യക്തി
തൻ്റെ പൗരോഹിത്യമോ സന്യാസമോ ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ അതിനെ കൊട്ടിഘോഷിക്കുന്നവർ പൗരോഹിത്യം എന്നത് ഒരു വ്യക്തിയുടെ മേന്മ കൊണ്ട് കിട്ടുന്നതല്ലെന്നും അത് സഭയോട് ചേർന്ന് മിശിഹായെ പ്രഘോഷിക്കാനുള്ള ഒരു വിളിയാണെന്നുമുള്ള വസ്തുത മറന്നു പോവുകയാണ് ചെയ്യുന്നത്. വിപ്ലവാത്മകമായ തീരുമാനങ്ങളും മാറ്റങ്ങളും നല്ലതാണ്. എന്നാൽ അത് സഭയോട് ചേർന്നാകുമ്പോൾ പത്തരമാറ്റ് ഫലം പുറപ്പെടുവിക്കും. ഇതിന് ഒരു ഉദാഹരണമാണ് 1986 കോട്ടയത്തെ വടവാതൂർ സെമിനാരിയിൽ വെച്ച് ആരംഭിച്ച ജീസസ് ഫ്രട്ടേണിറ്റി എന്ന സംഘടന. ബി എ ലവ് ബോംബ്, ഇറ്റ് ഷുഡ് ബി എക്സ്പ്ലോഡഡ് എന്ന മുദ്രാവാക്യവുമായി ആരംഭിച്ച ഈ സംഘടന ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലും സജീവമായി പ്രവർത്തിക്കുന്ന ഒന്നാണ്. ജയിലിൽ അന്യായമായും വ്യത്യസ്ത സാഹചര്യങ്ങളിലും അടയ്ക്കപ്പെട്ട നിരപരാധികൾ ഉൾപ്പെടെയുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കി അവരെ സാധാരണ ജീവിതത്തിലേക്ക് പുനരധിവസിപ്പിക്കുന്ന സംഘടനയാണ് ജീസസ് ഫ്രട്ടേണിറ്റി. ഇത് സീറോ മലബാർ സഭയുടെ ഒരു മേജർ സെമിനാരിയിൽ രൂപം കൊണ്ട ഒന്നാണ്. അനേകായിരങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലൂടെ വലിയ ആശ്വാസം നൽകിയ സംഘടനയാണിത്. ജയിലിൽ അടയ്ക്കപ്പെട്ട നിരപരാധികളും ജീവിതത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നവരുമായ അനേകർക്ക് കൈത്താങ്ങായ സംഘടനയാണിത്. ഇപ്രകാരം ആരും ശ്രദ്ധിക്കാനില്ലാത്ത ജയിലിലെ അന്തേവാസികളെ പുനരുദ്ധരിക്കുവാനും നേരായ മാർഗത്തിൽ അവരെ കൊണ്ടുപോകുവാനും മുൻകൈയെടുത്തത് കേരളത്തിലെ സീറോ മലബാർ സഭയാണ് എന്ന വസ്തുത അഭിമാനത്തോടു കൂടി മാത്രമേ ഒരു സീറോ മലബാർ കത്തോലിക്ക വിശ്വാസിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. സീറോ മലബാറിൻ്റെ ജീർണത തപ്പിപ്പോകുന്ന സഹോദരങ്ങൾക്കായി ഇത് സമർപ്പിക്കുന്നു.